CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുപ്പിറവിയുടെ മഹാസ്മരണയിൽ ലോകം നാളെ ക്രിസ്മസ് ആഘോഷിക്കും. നക്ഷത്രവിളക്കും സാന്റയെയും കേക്കും ഒരുക്കി മലയാളികളും ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തിരക്കിലാണ്. വിവിധ ഭാഗങ്ങളിലെ ദേവാലയങ്ങളിൽ ഇന്ന് രാത്രിയിൽ നടക്കുന്ന പാതിരാ കുർബാനകൾക്ക് പുരോഹിതർ നേതൃത്വം നൽകും. ക്രിസ്മസിന്റെ വരവറിയിച്ച് പാപ്പമാർ പട്ടാമ്പി നഗരത്തിൽ നിറഞ്ഞാടി. ഒറ്റപ്പാലം KCYMന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജീമാജോ മെഗാ കരോൾ റാലിയാണ് കൗതുക കാഴ്ചയായത്. ടാബ്ലോ, ഫ്ലാഷ് മോബ് എന്നിവയും ഉണ്ടായിരുന്നു. പെരിന്തൽമണ്ണയിൽ പോലീസ് നടത്തിയ ലഹരിവേട്ടയിൽ കൊണ്ടോട്ടി മേലാറ്റൂർ സ്വദേശികൾ പിടിയിൽ. ബാംഗ്ലൂരിൽ നിന്ന് വിൽപ്പനയ്ക്ക് എത്തിച്ച 103 ഗ്രാം സിന്തറ്റിക് ലഹരി മരുന്നാണ് പിടിച്ചെടുത്തത്. തിരുപ്പിറവിയുടെ മഹാസ്മരണയിൽ ലോകം നാളെ ക്രിസ്തുമസ് ആഘോഷിക്കും. നക്ഷത്രവിളക്കും സാന്റയെയും കേക്കും ഒരുക്കി മലയാളികളും ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തിരക്കിലാണ്. വിവിധ ഭാഗങ്ങളിലെ ദേവാലയങ്ങളിൽ ഇന്ന് രാത്രിയിൽ നടക്കുന്ന പാതിരാ കുർബാനകൾക്ക് പുരോഹിതർ നേതൃത്വം നൽകും. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ലോകമെങ്ങും നാളെ ക്രിസ്തുമസ് ആഘോഷിക്കും. വിശ്വാസദീപ്തിയിൽ വിണ്ണിലും മണ്ണിലും നക്ഷത്ര വെളിച്ചം നിറച്ച് വിശ്വാസികൾ പുണ്യരാവിനെ എതിരേൽക്കും. സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്നാണ് ലോകമൊട്ടാകെ ക്രിസ്തുമസ് ആഘോഷിക്കുക. ആഘോഷത്തിന് വർണ്ണശോഭ നൽകി അലങ്കാര വിളക്കുകളും പുൽക്കൂടുകളും പാട്ടുകളും കൂട്ടിനുണ്ടാകും. യേശുദേവന്റെ വരവറിയിച്ച് പള്ളികളിൽ പ്രത്യേക പാതിരാ കുർബാനയും തിരുകർമ്മങ്ങളും നടക്കും. മിക്ക സ്ഥലങ്ങളിലും പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനുമുള്ള അവസരമായാണ് ഈ ദിവസം കണക്കാക്കപ്പെടുന്നത്. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം ലോകം മുഴുവൻ പകർന്നു നൽകിയ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ദിനം ആഘോഷമാക്കുകയാണ് വിശ്വാസികൾ. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം പ്രഖ്യാപിച്ച വലിയ ഇടയന്റെ ജനനം വാഴ്ത്തുകയാണ് ലോകം. ന്യൂസ് ഡെസ്ക് CCN. ക്രിസ്മസ് വരവറിയിച്ച് പാപ്പമാർ പട്ടാമ്പി നഗരത്തിൽ നിറഞ്ഞാടി. ഒറ്റപ്പാലം KCYMന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജീമാജോ മെഗാ കരോൾ റാലിയാണ് കൗതുക കാഴ്ചയായത്. ടാബ്ലോ, ഫ്ലാഷ് മോബ് എന്നിവയും ഉണ്ടായിരുന്നു.
താളത്തിൽ ആടിയും പാടിയും പട്ടാമ്പി നഗരം കീഴടക്കി ക്രിസ്മസ് പാപ്പമാർ നിറഞ്ഞാടിയ കരോൾ റാലി കൗതുക കാഴ്ചയായി. ആദ്യമായാണ് പട്ടാമ്പിയിൽ ഇത്തരമൊരു കരോൾ റാലി സംഘടിപ്പിക്കുന്നത്. പട്ടാമ്പി, ഒറ്റപ്പാലം താലൂക്കുകളിലെ ക്രൈസ്തവ സഭകളിലെ 1500-ലധികം ആളുകൾ ഒത്തുചേരുന്ന വർണ്ണശബളമായ മെഗാ കരോളിൽ 250 ക്രിസ്മസ് പാപ്പമാർ അണിനിരന്നു. ടാബ്ലോ, ഫ്ലാഷ് മോബ് എന്നിവയും അരങ്ങേറി. കത്തോലിക്ക യുവജന സംഘടനയായ ഒറ്റപ്പാലം ഫെറോന KCYM-ന്റെ നേതൃത്വത്തിലാണ് മൂന്നാമത് ജീമാജോ മെഗാ കരോൾ സീസൺ 3 പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയവുമായി സഹകരിച്ച് സംഘടിപ്പിച്ചത്. മേലെ പട്ടാമ്പി ഹോളി ക്രോസ് ലാറ്റിൻ ദേവാലയത്തിന്റെ സമീപത്തു നിന്നും ആരംഭിച്ച കരോൾ റാലി സെന്റ് പോൾസ് സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിച്ചു. പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ കരോൾ റാലിയിലും ആഘോഷ പരിപാടികളിലും മുഖ്യാതിഥിയായി. ഫ്ലാഗ് ഓഫ് മേലെ പട്ടാമ്പി ഹോളി ക്രോസ് ലാറ്റിൻ ദേവാലയത്തിന്റെ വികാരി ഫാദർ ഫ്രാൻസിസ് സേവ്യർ നിർവഹിച്ചു. KCYM ഫെറോന ഡയറക്ടറും സെന്റ് പോൾസ് ചർച്ച് വികാരിയുമായ ഫാദർ അൽജോ കുറ്റിക്കാടൻ, KCYM ഫെറോന പ്രസിഡന്റ് വിമൽ തോമസ്, കൺവീനർമാരായ സ്റ്റെനിസ്ലാസ്, ഷിജു ബാബു, വിൽസൺ, അനീഷ് തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ജീമാജോ മെഗാ കരോൾ സംഘടിപ്പിച്ചത്. CCN പട്ടാമ്പി. കോട്ടപ്പാടം കല്ലടി അബ്ദു ഹാജി ഹയർ സെക്കൻഡറി സ്കൂളിൽ MES കല്ലടി കോളേജ് NSS യൂണിറ്റുകളുടെ സപ്തദിന സഹവാസ ക്യാമ്പ് തുടങ്ങി. MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജീവിതയാത്രയിൽ ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ കടന്നുപോകും. ഈശ്വരനും വർഷം വരുമ്പോൾ ഓരോ തലങ്ങളിലും കോവിഡും കൈവരും. അങ്ങനെ NN കക്കാടിന്റെ സഫലമീ യാത്രയിൽ പറയുന്നത് പോലെ അങ്ങനെ ഋതുഭേദങ്ങൾ മാറി വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോകും. അപ്പൊ ഞങ്ങളുടെ ലൈഫിലൊക്കെ സംഭവിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. മാലിന്യമുക്ത നാളേക്കായി യുവ കേരളം എന്ന ആശയമാണ് ഈ വർഷം NSS യൂണിറ്റ് പ്രവർത്തനത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ C രാജേഷ് വിശദീകരിച്ചു. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന മുഖ്യാതിഥിയായി. പാറയിൽ മുഹമ്മദ് അലി, റഫീന മുത്തനിൽ, പ്രിൻസിപ്പൽ MP സാദിഖ് എന്നിവർ പ്രസംഗിച്ചു. പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ശ്രീനിവാസൻ സ്വാഗതവും ലൈല അബ്ദുള്ള നന്ദിയും പറഞ്ഞു. സാമൂഹ്യ പ്രവർത്തകർ, PTA പ്രതിനിധികൾ, ജീവനക്കാർ, NSS വോളണ്ടിയർമാർ എന്നിവരുടെ വിളംബര ജാഥയോടെ ആരംഭിച്ച സഹവാസ ക്യാമ്പിൽ കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സ്നേഹാരാമം പദ്ധതി, ആരോഗ്യ സർവേ, പാലിയേറ്റീവ് പദ്ധതി, പഠനയാത്ര, വിവിധ ക്ലാസുകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. CCN ചത്തല്ലൂർ. KPCC പ്രസിഡന്റ് K സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കലത്താണി ടൗണിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സാമ്പത്തിക അരാജകത്വം, സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായ ഒരു കേരള സർക്കാർ ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കേരള ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് പോലും നിശ്ചലമായിക്കൊണ്ട് ഭരണസമരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒറ്റപ്പെട്ട കരിങ്കൊടി പ്രകടനം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പല ഭാഗങ്ങളിലായി ഒറ്റപ്പെട്ട
നിശ്ചല പ്രതിഷേധ കരിങ്കൊടി കാണിക്കുന്നതിൽ വിറളി പൂണ്ടാണ്. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഓങ്ങല്ലൂർ ഹമീദ് അധ്യക്ഷനായി. മണ്ഡലം UDF കൺവീനർ P പത്മനാഭൻ, സൈനുദ്ദീൻ, ഫൈസൽ പാലോത്ത്, മാനു പാലോത്ത് എന്നിവർ പ്രസംഗിച്ചു. CCN ചെത്തല്ലൂർ. തെങ്കരയിൽ സമഗ്ര വയോജന ആരോഗ്യ പദ്ധതി തുടങ്ങി. തെങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് പരിധിയിലെ വയോജനങ്ങൾക്ക് ചികിത്സയും ഔഷധവും സൗജന്യമായി നൽകുന്നത്. കാരണം നമ്മുടെ ജീവിത രീതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോൾ പുതിയ പുതിയ രോഗങ്ങളും പുതിയ പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജനസമൂഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുക. പൊതുവായി പറയുന്ന ജീവിതശൈലി രോഗങ്ങളൊക്കെ നേരത്തെയൊക്കെ വളരെ പ്രായമായ ആളുകൾക്കാണ് രോഗം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വളരെ ചെറുപ്പം മുതൽ തന്നെ പലർക്കും ജീവിതശൈലി രോഗങ്ങളിലൊക്കെ വന്ന് പിടിപെടുകയും 20, 25 ഒക്കെ 30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരിലും യുവതികളിലുമൊക്കെ മെലിഞ്ഞ് നോക്കുമ്പോഴാണ് അവർക്കൊക്കെ ഷുഗർ ഉള്ള പ്രശ്നം ഒക്കെ കാണുന്നത്. അപ്പൊ ഇന്നലെ ഞങ്ങളെ ഒരാൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു ചെറുപ്പക്കാരൻ, അതിന് 40 വയസ്സിന് താഴെ പെട്ടെന്ന്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് 2023-24 വർഷത്തെ വാർഷിക പദ്ധതിയിൽ 60 വയസ്സ് പിന്നിട്ട പട്ടികജാതി വിഭാഗക്കാരായ വയോജനങ്ങൾക്ക് ആയുർവേദ തുടർ ചികിത്സയും ഔഷധ വിതരണവും നൽകുന്ന വയോജന സമഗ്ര ആരോഗ്യ പദ്ധതി തെങ്കര ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. തെങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് പരിധിയിലെ വയോജനങ്ങൾക്ക് ചികിത്സയും ഔഷധവും സൗജന്യമായി നൽകുന്നത്. തെങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൂൽക്കളത്തിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടിൻഡു അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാജി പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ റഷീദ് കൂൽപ്പാടം, HMC മെമ്പർ TK ഹംസക്കുട്ടി, ഡോക്ടർ അഞ്ജു, ഡോക്ടർ മഞ്ജു എന്നിവർ പ്രസംഗിച്ചു. CCN മണ്ണാർക്കാട്. DYFI ജനുവരി 20 നടക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി ആലിപ്പറമ്പ് മേഖലാ കമ്മിറ്റി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. രക്തദാന ജീവകാരുണ്യ പ്രവർത്തകൻ KT അബ്ദുൽ അസീസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. രക്തദാനം ചെയ്യലർത്തി, പിന്നെ റയർ ഗ്രൂപ്പ് ശേഖരിക്കലർത്തി, പിന്നെ പോസിറ്റീവ് ഗ്രൂപ്പ് ശേഖരിക്കലർത്തി, വലിയൊരു പടർന്ന് പന്തലിച്ച് കേരളത്തിന് പുറത്തും പിന്നെ കേരളത്തിൻ്റെ അകത്തൊക്കെ രക്തദാനം ചെയ്യലർത്തി. ഇത് പറയുകയാണെങ്കിൽ ഒരു രക്തദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ 4 ജീവനപ്പോൾ ഉപകാരപ്പെടും. നമുക്ക് ജീവൻ തിരിച്ചെടുക്കുന്നുണ്ട്. അതേമാതിരി വർഗീയത ഇല്ലാതാവാൻ, പിന്നെ ജാതി മതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പ്രശ്നങ്ങൾക്ക് ഒഴിവാവാൻ രക്തദാനം കൂടുതൽ ഭാഗം. ഇതിന് വേണ്ട എന്താണെന്ന് പാരിതോഷികം മേടിക്കാതിരിക്കുക, പിന്നെ പൈസയ്ക്ക് നമ്മൾ രക്തം ദാനം ചെയ്യാതിരിക്കുക. രക്തദാനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മൾ രക്തദാനം. യുവതയുടെ രക്തദാനം എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് DYFI ആലിപ്പറമ്പ് മേഖലാ കമ്മിറ്റി പള്ളിക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. DYFI മേഖലാ പ്രസിഡന്റ് K മുഹമ്മദ് ഫയാസ് അധ്യക്ഷനായി. രക്തദാനത്തെ സംബന്ധിച്ച് ഡോക്ടർ അനസ് ക്ലാസ് എടുത്തു. മേഖലാ സെക്രട്ടറി K റുവൈസ് സ്വാഗതവും ട്രഷറർ K കാവ്യകൃഷ്ണ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണയിൽ പോലീസ് നടത്തിയ ലഹരിവേട്ടയിൽ കൊണ്ടോട്ടി മേലാറ്റൂർ സ്വദേശികൾ പിടിയിൽ. ബാംഗ്ലൂരിൽ നിന്ന് വിൽപ്പനയ്ക്കെത്തിച്ച 103 ഗ്രാം സിന്തറ്റിക് ലഹരിമരുന്നാണ് പിടിച്ചെടുത്തത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ലഹരിമരുന്നുകൾ കേരളത്തിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തെക്കുറിച്ച് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പെരിന്തൽമണ്ണ SI പ്രദീപനും സംഘവും നടത്തിയ പരിശോധനയിലാണ് 103 ഗ്രാം ക്രിസ്റ്റൽ രൂപത്തിലുള്ള MDMAയുമായി കൊണ്ടോട്ടി കരുവൻകല്ല് സ്വദേശി പാലപ്പട്ടി അബ്ദുൽ നാസർ, മേലാറ്റൂർ തേലക്കാട് സ്വദേശി മൻസൂർ ഫെബിൻ എന്നിവർ പെരിന്തൽമണ്ണ ടൗണിൽ ഹൌസിംഗ് കോളനി റോഡിൽ വെച്ച് പിടിയിലായത്. കാറിലെത്തിയ സംഘം ലഹരിമരുന്ന് വിൽപ്പന നടത്താനായി ഇടപാടുകാരെ കാത്തുനിൽക്കുന്ന സമയത്താണ് പോലീസ് പിടിയിലായത്. കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പെരിന്തൽമണ്ണ DYSP M സന്തോഷ് കുമാർ, CI പ്രേംജിത്ത് എന്നിവർ അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന്റെ 10ാമത് വാർഷിക സമ്മേളനത്തിന് തൃത്താല യജ്ഞേശ്വരം ക്ഷേത്രസന്നിധിയിൽ തുടക്കമായി. 1000-ലധികം അമ്മമാർ പങ്കെടുത്ത ഹരിനാമ കീർത്തനത്തോടെയായിരുന്നു സമ്മേളനം ആരംഭിച്ചത്. ശുഭ്രൈരഭ്രൈരതഭ്രൈരുപരി വിരിചിതൈർമുക്ത പീയൂഷവർഷൈ ആനന്ദേന പുനീയാതരി നളിനഗദാശങ്കപാണിർമുകുന്ദ ഭോപാദൗ യസ്യ നാഭിർവ്യതസുരനിലശ്ചന്ദ്രസൂര്യൗ ച നേത്രേ കർണാവാശാ ശിരോദ്ധ്യൈർമുഖമഭിദഹനോ യസ്യ വാസ്തേയമബ്ധി
അന്തസ്തം യസ്യ വിശ്വം സുരനരകഘോഭോഗി ഗന്ധർവദൈത്യ ചിത്രം രമ്യതേ തം ത്രിഭുവനവപുഷും വിഷ്ണുമീശം നമാമി. ഹൈന്ദവ ആധ്യാത്മിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ ആചാര്യന്മാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ സദ്ഗമയ സത്സംഘ സമിതിയുടെ നേതൃത്വത്തിലുള്ള 1000 അമ്മമാർ പങ്കെടുത്ത ഹരിനാമ കീർത്തനം ശ്രദ്ധേയമായി. വിവിധ ദിവസങ്ങളിലായി ആധ്യാത്മിക സമ്മേളനം, സാംസ്കാരിക സമ്മേളനം, മാതൃസമ്മേളനം, യുവജന സമ്മേളനം, ലക്ഷദ്വീപ് പ്രജ്വലനം, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. സഭയിൽ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഈ മതത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ മറ്റ് മതങ്ങളുടെ പട്ടികയിൽ പെടുത്താൻ പറ്റില്ല, അതുക്കുമേലെ. അതുകൊണ്ട് നമ്മൾ സനാതനധർമ്മം എന്ന് ഓർമ്മിക്കണം. കേട്ടില്ലേ? സനാതനധർമ്മം എന്ന് ഓർമ്മിക്കണം. സനാതനം എന്ന വാക്കിന്റെ അർത്ഥം ശാശ്വതമായത് എന്നാകുന്നു. ഒരിക്കലും നശിക്കാത്തത്. അങ്ങനെ ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മത്തെ അനുസരിച്ച് ജീവിക്കാൻ എല്ലാവരും തയ്യാറാവണം. സാംസ്കാരിക സമ്മേളനത്തിൽ സിനിമാ സംവിധായകൻ രാമസിംഹൻ മുഖ്യപ്രഭാഷണം നടത്തി. മാതൃസമ്മേളനം തിരുവാതിരക്കളി, ഭക്തിഗാനസുധ, സാംസ്കാരിക സമ്മേളനം മരവാദ്യം. സമാപന ദിവസം മേഴത്തോൾ അഗ്നിഹോത്രിയുടെ വാസസ്ഥലമായ വേമഞ്ചേരി മനയ്ക്കിൽ നിന്നും പാക്കനാട് ക്ഷേത്രം വഴി നാമജപ ഘോഷയാത്രയും നടക്കും. CCN പട്ടാമ്പി. വടക്കൻ വെള്ളിനേഴി കാട്ടിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് ആഘോഷം ഭക്തിസാന്ദ്രമായി. ഉത്സവാഘോഷത്തിന് സമാപനമായിട്ടാണ് അയ്യപ്പൻ വിളക്ക് നടന്നത്. ശനിയാഴ്ച രാവിലെ നെയ്യഭിഷേകം, ഗണപതി ഹോമം, ഉച്ചയ്ക്ക് 12-ന് അന്നദാനം എന്നിവ നടന്നു. തന്ത്രി NA കുമാരസ്വാമി ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികനായി. തുടർന്ന് ആലംകുണ്ടിൽ കറുപ്പനാശാൻ സ്മാരക അയ്യപ്പൻ വിളക്ക് സംഘം അവതരിപ്പിച്ച അയ്യപ്പൻ വിളക്ക് നടന്നു. പറക്കുന്ന അംഗൻവാടി പരിസരത്തേക്ക് ചെണ്ടവാദ്യത്തിന്റെ അകമ്പടിയിൽ പാലക്കൊമ്പിനായി എഴുന്നള്ളിപ്പ്, താലം, വെളിച്ചപ്പാടിന്റെ നൃത്തച്ചവിട്ട്, വെട്ടും തടവും, വാൾപ്പയറ്റ്, ഉടുക്കുപാട്ട്, തായംപക, കനൽച്ചാട്ടം എന്നിവ ഉണ്ടായി. ഉത്സവത്തിന്റെ ഭാഗമായി നിറമാല, ചുറ്റുവിളക്ക്, നൃത്തനൃത്യങ്ങൾ എന്നിവ വിവിധ ദിവസങ്ങളിലായി ഉണ്ടായിരുന്നു. ഇതോടെ ക്ഷേത്രത്തിൽ 4 ദിവസങ്ങളിലായി നടന്നുവന്ന ആഘോഷ പരിപാടികൾക്ക് സമാപനമായി. CCN ചത്തല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുപ്പിറവിയുടെ മഹാസ്മരണയിൽ ലോകം നാളെ ക്രിസ്മസ് ആഘോഷിക്കും. നക്ഷത്രവിളക്കും സാന്റയെയും കേക്കും ഒരുക്കി മലയാളികളും ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തിരക്കിലാണ്. വിവിധ ഭാഗങ്ങളിലെ ദേവാലയങ്ങളിൽ ഇന്ന് രാത്രിയിൽ നടക്കുന്ന പാതിര കുർബാനകൾക്ക് പുരോഹിതർ നേതൃത്വം നൽകും. ക്രിസ്മസിന്റെ വരവറിയിച്ച് പാപ്പമാർ പട്ടാമ്പി നഗരത്തിൽ നിറഞ്ഞാടി. ഒറ്റപ്പാലം KCYM-ന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജീമാജോ മെഗാ കരോൾ റാലിയാണ് കൗതുക കാഴ്ചയായത്. ടാബ്ലോ, ഫ്ലാഷ് മോബ് എന്നിവയും ഉണ്ടായിരുന്നു.
പെരിന്തൽമണ്ണയിൽ പോലീസ് നടത്തിയ ലഹരിവേട്ടയിൽ കൊണ്ടോട്ടി മേലാറ്റൂർ സ്വദേശികൾ പിടിയിൽ. ബാംഗ്ലൂരിൽ നിന്ന് വിൽപ്പനയ്ക്ക് എത്തിച്ച 103 ഗ്രാം സിന്തറ്റിക് ലഹരി മരുന്നാണ് പിടിച്ചെടുത്തത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ with kindness.